നമസ്കാരം. പ്രധാന വാർത്തകൾ. PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ച് AYF പ്രവർത്തകർ. കണ്ണൂരിലാണ് CPIയുടെ യുവജന വിഭാഗമായ AYF പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചത്. കേരള സർക്കാർ തീരുമാനം മതേതര നാടിന് അപമാനമെന്ന് പറഞ്ഞായിരുന്നു AYF പ്രവർത്തകരുടെ പ്രതിഷേധം. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ കൂട്ടുനിന്നെന്നും 4 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുത്തുവെന്നും മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചത്. PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിൽ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തിയതിന് പിന്നാലെയാണ് AYF പ്രവർത്തകർ കോലം കത്തിച്ചത്. മത്സ്യബന്ധനത്തിന് പോയ 5 മത്സ്യത്തൊഴിലാളികളെയും കണ്ടെത്തി. കൊച്ചി ചെല്ലാനത്ത് നിന്നും കടലിൽ മത്സ്യബന്ധനത്തിന് പോയ 5 മത്സ്യത്തൊഴിലാളികളെയും കണ്ടെത്തി. 5 പേരെയും മറ്റൊരു ബോട്ടിൽ കയറ്റിയാണ് പുറത്തെത്തിച്ചത്. വള്ളം കെട്ടിവലിച്ചാണ് ബോട്ട് കൊണ്ടുവന്നത്. വള്ളത്തിന്റെ എഞ്ചിൻ തകരാറിലായി കടലിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന് തൊഴിലാളികൾ പറഞ്ഞു. KL 034798 എന്ന നമ്പറിലുള്ള ഇമ്മാനുവൽ എന്ന വള്ളത്തിൽ പോയവരാണ് കടലിൽ കുടുങ്ങിയത്. ഒറ്റ എഞ്ചിൻ ഘടിപ്പിച്ച വള്ളമായിരുന്നു ഇത്. പൂജയ്ക്കായി കൂവളത്തിന്റെ ഇല പറിക്കുന്നതിനിടെ ക്ഷേത്രകഴകം ഷോക്കേറ്റ് മരിച്ചു. പത്തനംതിട്ട അയിരൂർ രാമേശ്വരം ക്ഷേത്രത്തിലെ കഴകം വിനുകുമാറാണ് ഷോക്കേറ്റ് മരിച്ചത്. 45 വയസ്സായിരുന്നു. ക്ഷേത്രത്തിലേക്കുള്ള പൂജയ്ക്കായി കൂവളത്തിന്റെ ഇല പറിക്കുന്നതിനിടെയാണ് അപകടം. കൂവള മരത്തിൽ നിന്ന് ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് ഇല പറിക്കുന്നതിനിടെ വൈദ്യുത ലൈനിൽ തട്ടുകയായിരുന്നു. ഇരുമ്പ് തോട്ടി അബദ്ധത്തിൽ വൈദ്യുത ലൈനിൽ തട്ടിയതോടെ ബിനുകുമാറിന് ഷോക്കേറ്റു. അയിരൂർ സ്വദേശിയാണ് ബിനുകുമാർ. മൃതദേഹം കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. ഇന്ന് വൈകിട്ടോടെയാണ് അപകടമുണ്ടായത്. മദ്യലഹരിയിൽ പോലീസുകാരൻ ഓടിച്ച വാഹനം ഇടിച്ച അപകടം. ഇടുക്കി കാഞ്ചിയാറിലാണ് സംഭവം. ഇടുക്കി DCRB ഗ്രേഡ് SI ബിജുമോനാണ് മദ്യപിച്ച് അപകടമുണ്ടാക്കിയത്. വൈകിട്ട് 7 മണിയോടെയാണ് അപകടം നടന്നത്. അവിടെ വെച്ച് 2 ബൈക്കുകൾക്കും ഒരു കാറിനും നേരെ ഇയാൾ സഞ്ചരിച്ച വാഹനം ഇടിക്കുകയായിരുന്നു. വഴിയരികിലുണ്ടായിരുന്ന കാൽനട യാത്രക്കാർക്കും അപകടത്തിൽ പരിക്കേറ്റു. ഇതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പോലീസ് ഉദ്യോഗസ്ഥനെയും ഇയാൾ സഞ്ചരിച്ച കാറും തടഞ്ഞുവെച്ചു. പിന്നീട് കട്ടപ്പനയിൽ നിന്നും പോലീസ് എത്തിയ ശേഷമാണ് തടഞ്ഞുവെച്ച ഇയാളെ കാറിൽ നിന്നും പുറത്തിറക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. PV അൻവറിനെ കൂട്ടാൻ ലീഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കാൻ തയ്യാറെന്ന് PMA സലാം. പ്രാദേശിക സാഹചര്യം നോക്കിയാണ് തീരുമാനമെന്ന് PMA സലാം വ്യക്തമാക്കി. നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം സഹകരണത്തിന് ആവശ്യപ്പെടുന്നത് ശരിയല്ല. ഒരുമിച്ചിരുന്ന് ആലോചിച്ച് സഹകരിക്കുന്നതിൽ UDFന് വിരോധമില്ലെന്നും PMA സലാം പറഞ്ഞു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി UDF സഹകരിക്കുമെന്ന് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നേരത്തെയും പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും PMA സലാം പറഞ്ഞു. UDFനുള്ള വെൽഫെയർ പാർട്ടി പിന്തുണ പരസ്യമാക്കിക്കൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് UDFന്റെ നീക്കം.